ബിനു ഫാസ്റ്റർ അദ്ദേഹത്തിന്റെ ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള സഹപ്രവർത്തകർ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കേരളമാകെ വിദ്യാഭ്യാസ രംഗത്ത് ഉത്സവ ലഹരിയിലാണ്. ഇന്നലെ സംസ്ഥാനത്താകെ സ്കൂളുകൾ തുറന്നു. 40 ലക്ഷം കുഞ്ഞുങ്ങളാണ് സ്കൂളുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലെത്തിയത്. ഇതിന്റെ എല്ലാം അടിത്തറ ഒരുക്കുന്നത് അങ്കണവാടികളിലാണ്. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിലേക്ക് സാമൂഹ്യ ബോധത്തെ എത്തിക്കാൻ കഴിയുന്ന, പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്ന, സൗഹൃദത്തിൻ്റെതായ അന്തരീക്ഷം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന അങ്കണവാടികൾ അത് സജീവമാണ്. സ്കൂളുകളിലൊക്കെ നോക്കിയാൽ അറിയാം, ഇപ്പൊ കരഞ്ഞുകൊണ്ട് വരുന്ന പിള്ളേരെ കാണാൻ വളരെ വിഷമമാണ്. മുൻപ് കരയുന്ന പിള്ളേരുടെ ചിത്രമാണ് പത്രങ്ങളിലൊക്കെ വന്നിരുന്നത്. അമ്മയും അച്ഛനോടെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾ, അവിടേക്ക് കയറാൻ തയ്യാറല്ലാതെ പിന്നോക്കം വലിയുന്ന കുഞ്ഞുങ്ങൾ. ഇതൊന്നും കേരളത്തിൽ കാഴ്ചയല്ല. മറ്റു പല സംസ്ഥാനത്തും കാഴ്ചയാവാത്തത് സ്കൂളില്ലാത്തതുകൊണ്ട് പലയിടത്തും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നിലയിലുള്ള വിദ്യാലയങ്ങളില്ല. എന്നാൽ കേരളത്തിൽ പ്രീ സ്കൂളുകളും അങ്കണവാടികളും ഒരുക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് എത്തുന്നത്. അതിനൊരു അടിത്തറ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട നഗരസഭയിലും അങ്കണവാടിയുടെ രംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുന്ന വസ്തുവോ ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നൽകപ്പെടുന്ന ഓണം കേറ മൂലയിലെ പ്രദേശങ്ങളോ ഒക്കെ ആയിരുന്നു അങ്കണവാടികൾക്ക് വേണ്ടി ലഭ്യമായിരുന്ന സ്ഥലം. എന്നാൽ നഗരസഭാ ഭരണസമിതി ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം സൗജന്യമായി കിട്ടുന്ന ഭൂമിയിൽ മാത്രമല്ല, പണം കൊടുത്തു വാങ്ങുന്ന ഭൂമിയിലും അങ്കണവാടി നിർമ്മിക്കാം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി നിരവധി അങ്കണവാടിയുടെ കെട്ടിടങ്ങൾ പത്തനംതിട്ട നഗരത്തിൽ ഉയർന്നു വരികയുമാണ്. അതിന്റെ പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണ് 9ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അങ്കണവാടി. ഈ അങ്കണവാടിക്ക് പണം കൊടുത്ത് നമ്മൾ സ്ഥലം വാങ്ങി അവിടെ ഏറെ മനോഹരമായ ഒരു സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിനു വാഴമുട്ടം എത്തിയപ്പോൾ തന്നെ ചോദിക്കുകയായിരുന്നു, ഇതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെയും അങ്കണവാടി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയും അങ്കണവാടി ഉണ്ട്. അപ്പോ പത്തനംതിട്ട നഗരത്തിൽ ഇനിയും കൂടുതൽ അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളായി കൊണ്ടിരിക്കുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ചില അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികൾ ആക്കിയ ശേഷം അതിന്റെ ഉദ്ഘാടനം കാത്ത് നിൽക്കുകയാണ്. അതും ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. തീർച്ചയായും ഈ രംഗത്തെ വലിയ നിലയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നതാണ്. ശ്രീ ബിനു വാഴമുട്ടത്തെയും അഭിനന്ദിക്കുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചർച്ച്, എലോഹിം ചർച്ച്, അതിന്റെ നേതൃത്വത്തിൽ വലിയ ആയിരക്കണക്കിന് കുട്ടികൾ, ഞങ്ങളൊക്കെ അവിടെ വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവിടെ കയറാൻ കഴിയാതെ തിരിച്ചു പോകുമായിരുന്നു. വിശിഷ്ടാതിഥികൾക്ക് പോലും കയറാൻ കഴിയാതെ തിരിച്ചു പോകുന്ന അത്ര നിലയിലുള്ള ബാഹുല്യം. അതെല്ലാം വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹിക പ്രതിബദ്ധത കാണുന്നതുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ തരത്തിലേക്ക് ഈ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യാനായി ശ്രീ ബിനു വാഴമുട്ടം വളരെ സന്തോഷത്തോടു കൂടി ആ ശ്രമങ്ങൾ ഏറ്റെടുത്തു. അതിന് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ നൽകാൻ എല്ലാ സാധന സാമഗ്രികളുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെയും പ്രത്യേകമായി തന്നെ പ്രശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ചർച്ചിന് കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയോട് ഇടപെടാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഏറെ മാതൃകാപരമായ നിലയിൽ ഈ അങ്കണവാടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യമായി അടുത്ത ഒരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനിയും ഇവിടെ തുടരാനായി കഴിയില്ല എന്ന കാര്യം കൂടി അറിയിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ അംഗനവാടിയിലേക്ക് വരുന്ന പ്രവേശനോത്സവത്തിന് വരുന്ന പുതുതായി കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹസമ്മാനം കൊടുക്കണമെന്ന് സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനപ്രകാരം അവർക്ക് സ്നേഹസമ്മാനങ്ങൾ കൊടുക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരൻ ബിനു വാഴമുട്ടം, അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിക്ക് 2 ടീച്ചർമാരുണ്ട്. ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം പോയെങ്കിലും ആ ടീച്ചറും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രിയപ്പെട്ട അമ്മിണി ടീച്ചർ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൂടെത്തിയ സഹപ്രവർത്തകർ, നമ്മുടെ അംഗനവാടിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, വളരെ സന്തോഷത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണിപ്പോൾ. എല്ലാ കൊല്ലവും പ്രവേശനോത്സവം നടത്തുമ്പോൾ സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശനോത്സവം നടത്തണമെന്നായിരുന്നു നമ്മുടെ എല്ലാം ആഗ്രഹം. ഈ കാലയളവിനുള്ളിൽ ഇറങ്ങിപ്പോകുന്നതിന് ഇനി ഏകദേശം 6 മാസം കൂടെ ഉള്ളൂ. ആ 6 മാസത്തിന് മുമ്പ് തന്നെ സ്വന്തമായ ഒരു കെട്ടിടത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരത്തിൻ്റെ 32 വാർഡുകൾക്കും അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഇന്നത്തെ ഈ ഇവിടുത്തെ പ്രവേശനോത്സവം നടത്തുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കാൻ ഇവിടെ കഴിയുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അംഗനവാടി എന്ന് പറഞ്ഞത്. അംഗനവാടി എന്നേ പറഞ്ഞുള്ളായിരുന്നു, സ്മാർട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. അംഗനവാടി എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അവിടെ പത്തനംതിട്ട നഗരസഭയിലെ ഏറ്റവും മികച്ച ഒരു അംഗനവാടിക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ പ്രവേശനോത്സവം വളരെ ഭംഗിയായി നമുക്ക് നടത്താനായി കഴിഞ്ഞു. ഇതിൻ്റെ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം സഹകരണം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്നലെ തൊട്ട് തന്നെ ഇതിൻ്റെ ആശാ വർക്ക്, ഇവിടുത്തെ നമ്മുടെ വാർഡിലെ ആശാ വർക്കറും, അതുപോലെ തന്നെ നമ്മുടെ മേറ്റനും, അതുപോലെ നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലക്കാരനായ ശ്രീ അയ്യൂബ് ഖാൻ മോനിയണ്ണനും എല്ലാവരും വളരെ ശ്രമഫലമായി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും മനോഹരമായൊരു പ്രവേശനോത്സവം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും 9-ാം വാർഡിൻ്റെ സ്നേഹം ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വരും ദിവസങ്ങളിലെല്ലാ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നമ്മുടെ സ്നേഹം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ട ബിനു വാഴമുട്ടം അവറുകളെ വളരെ സ്നേഹത്തോടു കൂടി 9-ാം വാർഡിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഒന്നുകൂടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സ്നേഹ സമ്മാനവുമായി വന്ന പ്രിയപ്പെട്ട ശ്രീ ബിനു വാഴമുട്ടത്തിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊടുക്കും. നമ്മുടെ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു അംഗൻവാടിയാണ്. ഞാൻ ഈ അംഗൻവാടി വന്ന് കാണുമ്പോൾ വിചാരിക്കുകയാണ്, AC ഉണ്ട്, ഏറ്റവും സുന്ദരമായൊരു അംഗൻവാടി, ആദ്യാക്ഷരങ്ങൾ മുഴുവൻ കുറിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഏറ്റവും സുന്ദരന്മാരായി ഒരുങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചെയർമാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുന്നില്ല. നമ്മൾ ഫോട്ടോയ്ക്ക് വിളിച്ചപ്പോൾ ആ ഒരു കുറവും കൂടെ തീർത്തു, നമ്മുടെ കുട്ടികൾ കരയാൻ തുടങ്ങി. എന്നാലും അത് ഭയങ്കര സന്തോഷം. നമ്മുടെ മിടുക്കന്മാരുമായിട്ടുള്ള ഞാൻ 1-2 കുട്ടികളെ ഫ്രണ്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ആൺകുട്ടികൾ എപ്പോഴും തോക്ക് കൊണ്ടാണ് കളിക്കുന്നത്. അവനിങ്ങനെ വെടിവെച്ച് കളിക്കുകയാണ്. എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ കാണുന്ന ഗെയിമാണ് അവൻ്റെ മനസ്സിൽ. നമ്മൾ ഈ കുഞ്ഞുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു ചിന്തയുണ്ട്. അതായത് കാർട്ടൂൺ കാണിക്കുന്നു, അവരുടെ ചിന്താലോകത്തിൽ അവർ ഏതോ ഒരു മാസ്മരിക ലോകത്തിലാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. ലഹരി ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഈ കുഞ്ഞുപ്രായത്തിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ പറ്റുന്ന ഒരു കാര്യം, അവർക്ക് ഈ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണം, നല്ല പൗരന്മാരായി വളർന്നു വരണം. എൻ്റെ കൂടെ നിരവധി ആളുകളുണ്ട്. ഞാൻ നിങ്ങളെ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ പേര് ലോലിത് എന്നാണ്. അദ്ദേഹത്തിന് സിസോഫീമിയ എന്ന് പറയുന്ന ലഹരി കിട്ടാതായാൽ ഭ്രാന്താകുന്ന ഒരസുഖമാണ്. 1983 ഇന്ത്യയിൽ 4 പേർക്കായിരുന്നു സിസോഫീമിയ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ഇദ്ദേഹം. ബാക്കി 3 ആളുകളും സിസോഫീമിയ വന്ന് ഭ്രാന്ത് കൂടി മരിച്ചുപോയി. ഈ മനുഷ്യൻ 1000 പ്രാവശ്യം ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എയർപോർട്ടിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ലഹരി ഉപയോഗിക്കാതെ എയർപോർട്ടിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ്.
ഏകദേശം ചില വർഷങ്ങളായി ഒരു ലഹരിയുമില്ലാതെ, ഒരു മരുന്നുമില്ലാതെ ഇന്ന് ഞങ്ങളോട് കൂടെ അദ്ദേഹമുണ്ട്. ഇദ്ദേഹത്തെ പോലൊരു ആയിരക്കണക്കിന് മനുഷ്യർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഏകദേശം ഒരു 5000ഓളം കുട്ടികൾക്കാണ് പഠന സഹായം നൽകിയത്. പ്രിയപ്പെട്ട ചെയർമാനും ഞാനും ഒക്കെ ഒത്തിരി സ്നേഹിതരാണ്, വർഷങ്ങളായി വളരെ അടുത്ത സ്നേഹിതരാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചേട്ടനും അനുജനും പോലെയുള്ള ബന്ധമുണ്ട് പല ആളുകളുമായി. ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഞങ്ങളോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുമക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് ഒരു കാര്യം പറയുക: നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി എന്ന് പറയുന്നത് കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും പട്ടച്ചാരയും മാത്രമല്ല, മൊബൈൽ ഒരു ലഹരിയാണ്. അതായത് കുഞ്ഞിനെ അമ്മ വിളിക്കുമ്പോൾ കുഞ്ഞ് ദേഷ്യത്തോടെയാണ് ആ അമ്മയെ സമീപിക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് ലഹരിക്കടിമയാണ്, മൊബൈൽ എന്ന ലഹരിക്കടിമയാണ്. അത് മാതാപിതാക്കൾക്ക് ഇത് മാറ്റാൻ കഴിയും. എങ്ങനെയാണ്? നിങ്ങൾ സീരിയലിന് അടിമയാണ്. അമ്മയും അപ്പനും ഒക്കെ സന്ധ്യയ്ക്ക് 7 മണി മുതൽ സീരിയലിൻ്റെ പിന്നാലെയാണ്. നിങ്ങൾ ആദ്യം സീരിയൽ അവസാനിപ്പിക്കണം. കുഞ്ഞിനോട് ഉപദേശിക്കണം. നമ്മുടെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് ഉപദേശിക്കുന്ന ഇഷ്ടമില്ല, നിങ്ങളെയാണ് അവർ നോക്കുന്നത്. ഏറ്റവും നല്ല മാതൃകയോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട കൗൺസിലറിനുള്ള നന്ദി പറയുന്നു. ചെയർമാനോടും അധ്യാപകരോടും ഒക്കെ പ്രത്യേക നന്ദിയും സ്നേഹവും പറയുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും സ്മാർട്ട് അങ്കലവാടി പോലെ എല്ലാവരും സ്മാർട്ടായി, ജാതി മത ഭേദമില്ലാതെ നല്ല പൗരന്മാരായി, ദൈവത്തിന് അധിഷ്ഠിതമായി, ദൈവം എന്ന ലഹരിയിലൂടെ മുന്നോട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.